രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പുതിയ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ എന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നൽകുന്നത്. കേസ് ഉടൻ പരിഗണിക്കും എന്നും ഷഫീദ് റാവുത്തർ അറിയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തന്നെ ചേരുകയാണ്. ഷഫീദ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ദിലീപ് കുമാർ, നേരത്തെ നമ്മൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞ വിവരമനുസരിച്ച് നിലവിൽ ഇപ്പോൾ ആഡ് ഓൺ ചെയ്യാനുള്ള വിവരങ്ങൾ അതാണ് പുതുതായി കോടതിയിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ചില മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയൊരു FIR കൂടി നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും. അതിൽ പ്രോസിക്യൂഷൻ, അതേപോലെ തന്നെ പ്രതിഭാഗം, അഭിഭാഷകൻ, ജഡ്ജ് എന്നിവർ മാത്രമായിരിക്കും ഉണ്ടാവുക. പ്രോസിക്യൂഷന്റെയും അതേപോലെ പ്രതിഭാഗത്തിന്റെയും ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധേയമാവുക, കോടതി ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ബലാത്സംഗം നിലനിൽക്കില്ല എന്നുള്ള കാര്യമായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. മാത്രവുമല്ല നടന്നിട്ടുള്ളത് അശാസ്ത്രീയ, അതല്ലെങ്കിൽ നിർബന്ധിത ഗർഭചിത്രമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഇന്നലെ പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും പ്രോസിക്യൂഷൻ അടിയുറച്ച് നിൽക്കുന്ന അവരുടെ നിലപാട് ഈ അശാസ്ത്രീയ ഗർഭചിത്രവും നിർബന്ധിത ഗർഭചിത്രവും നടന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ അതിജീവിതയ്ക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ പ്രതി ഇക്കാര്യത്തിൽ പുള്ളിയുടെ മനോനിലയ്ക്കനുസരിച്ച് പെൺകുട്ടിയുടെ മനോനിലയും അതേപോലെ അവരുടെ ശാരീരികാവസ്ഥകളെയും ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വാദങ്ങൾ അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്നലെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും നിർണായകമായി മാറുക. രേഖകൾ ഇന്നലെ ഹാജരാക്കിയിട്ടുള്ള രേഖകൾ കോടതി വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ഇന്ന് പുതിയ രേഖകൾ വന്ന സാഹചര്യത്തിൽ അതുകൂടി പരിഗണിക്കും. കൂടാതെ കൂടുതൽ വാദമുണ്ടെങ്കിൽ അതുകൂടി കേൾക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനത്തിലേക്ക് കോടതി എത്തുക എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ അറിയിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തിന് പുറത്ത് തന്നെ ഒളിവിൽ തുടരുകയാണ്. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള വാദങ്ങൾ അത് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. രാഹുലുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ കേസിന്റെ അന്വേഷണം അത് ഓണാണെന്നും അത് സംസ്ഥാനത്തിന് പുറത്തേക്കാണെന്നും ഒക്കെ കോടതിയെ ധരിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു നീക്കം അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇന്നൊരു പക്ഷേ പോലീസും ഒരു അപ്ഡേറ്റഡ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഷഫീദ് റാവുത്തറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പുതിയ വിവരങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ നൽകിയത്. കേസ് ഉടൻ പരിഗണിക്കുകയും ചെയ്യും. ഷഫീദ് ലൈനിൽ തുടരുകയാണ്. ഷഫീദ്, നേരത്തെ തന്നെ ബാംഗ്ലൂരുവിലേക്ക് കടന്നു എന്ന ചില സംശയങ്ങൾ കേരള പോലീസിനുണ്ട്. ആ നിലയിലുള്ള പരിശോധനകൾ ഇന്ന് പുലർച്ചെ വരെ പോലീസ് നടത്തുകയും ചെയ്തു. 2 പേർ ഇപ്പോൾ കേരള പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരാൾ ഡ്രൈവറാണ്, ബംഗളൂരുവിലെത്തിച്ചയാളാണ്. മറ്റൊന്ന് ജോസ് എന്നയാളാണ്. ഇവരെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നോട്ട് ടു അറസ്റ്റ് ഹർജി പ്രതിഭാഗം സമർപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്നലെ ഇക്കാര്യത്തിൽ വാദം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ആവശ്യത്തിലേക്ക് പ്രതിഭാഗം പോയിരുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നോട്ട് ടു അറസ്റ്റ് ഹർജി അത് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിൽ നിന്നുള്ള വാർത്ത എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു നോട്ട് ടു അറസ്റ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടൊരു ഉത്തരവുണ്ടാകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച ആശ്വാസകരമായി മാറും. എന്നാൽ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള പുതിയ തെളിവുകളുടെ ഗ്രാവിറ്റി അത് പ്രധാനമായും കോടതി പരിഗണിക്കുമെന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും കോടതി നടപടികൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. രണ്ടുപേരും പ്രോസിക്യൂഷൻ അവരുടെ പുതിയ രേഖകളടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിഭാഗമാകട്ടെ നോട്ട് ടു അറസ്റ്റ് ഹർജി അത് കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതും ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായി മാറുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിലിനി വാദമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. വാദപ്രതിവാദങ്ങൾ ഇന്നും സെഷൻസ് കോടതിയിൽ ഉണ്ടാകും. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത്. ആ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തൊരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ ഈ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്ത സാഹചര്യത്തിൽ മറ്റൊരാൾ കൂടി കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 പേരുടെ കസ്റ്റഡി അത് ഇപ്പോൾ SIT ഉറപ്പിക്കുന്നുണ്ട്. ഇതും ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.